യാത്ര മുടങ്ങിയതോടെ കരിപ്പൂർ വിമാനത്താവളത്തിലും യാത്രക്കാർ പ്രതിഷേധിച്ചു. 12 സർവീസുകളാണ് കരിപ്പൂരിൽ നിന്ന് മാത്രം യാത്ര മുടങ്ങിയത്. കരിപ്പൂരിൽ നിന്ന് അഷ്കർ തയ്യാറാക്കിയ റിപ്പോർട്ട്. തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നത്. വിമാനത്തിലെ ക്യാബിൻ ക്രൂ അടക്കമുള്ളവർ അപ്രതീക്ഷിതമായി സമരം പ്രഖ്യാപിച്ചതോടെ യഥാർത്ഥത്തിൽ വലഞ്ഞത് യാത്രക്കാരാണ്. ഇന്ന് കരിപ്പൂരിൽ ഇതിനോടകം തന്നെ 12 വിമാന സർവീസുകളാണ് ഇതിനോടകം റദ്ദാക്കിയിരിക്കുന്നത്. രാവിലെ 8 മണി മുതൽ രാത്രി 9:50 വരെയുള്ള റാസൽ ഖൈമ, ദുബായ്, ജിദ്ദ, കുവൈറ്റ്, ദോഹ, ദുബൈ, ബഹ്റൈൻ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ഫ്ലൈറ്റുകൾ റദ്ദാക്കി. സ്വാഭാവികമായും പലരും എയർപോർട്ടിൽ എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ വിമാനം സർവീസുകൾ റദ്ദാക്കി എന്നുള്ള കാര്യങ്ങൾ പോലും തിരിച്ചറിഞ്ഞ് സ്വാഭാവികമായി ഇവർക്ക് വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഇപ്പോൾ എയർ ഇന്ത്യ അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം മറ്റൊരു ദിവസത്തേക്ക് വിമാനം ഇല്ലെങ്കിൽ അവരുടെ യാത്ര പുനഃക്രമീകരിക്കുകയോ അതല്ലെങ്കിൽ പണം തിരിച്ചു നൽകാനോ തയ്യാറാണ് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ റീഫണ്ട് ചെയ്ത് നൽകാനുള്ള നിലപാട് തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പക്ഷേ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലരും വിസ കാലാവധി കഴിയുന്ന ഒരു ഘട്ടത്തിലുള്ള ആൾക്കാരടക്കം ഇന്ന് എയർപോർട്ടിലെത്തിയിരുന്നു. സ്വാഭാവികമായും ഇവരൊക്കെ വലിയ പ്രതിസന്ധിയിലാവുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളിങ്ങോട്ട് പോകാനുള്ളതാണ്. ഇന്ന് രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുവരെ ഫ്ലൈറ്റുകളൊന്നും വന്നിട്ടില്ല. ഇവിടെ എത്തിയതിന് ശേഷമാണ് അറിയുന്നത് ക്യാൻസലാണെന്നുള്ളത്. പിന്നെ ഇന്ന് അവിടുത്തെ സൗദി സമയം 12 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ വിസ കാലാവധി അടക്കം ക്യാൻസലാകുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത്. പോകാൻ പറ്റിയില്ലെങ്കിൽ വിസ ക്യാൻസലാകും. എന്താണ് പറയുന്നത്? അവർ പറഞ്ഞ് വേറൊരു ദിവസത്തേക്കാണുള്ളത്. അത് 12-ാം തീയതി. അത് കൺഫേം അല്ല. 12-ാം തീയതി ആണെങ്കിലും അത് കൺഫേം അല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കിട്ടിയത്. എന്ത് ചെയ്യാൻ ഇനിയിപ്പം വിസ എങ്ങനെ കാലാവധി കഫീലിനെ വിളിച്ച് മാറ്റാനുള്ള മാർഗങ്ങൾ നോക്കേണ്ടി വരും. സാമ്പത്തികമായിട്ടുള്ള അതിന് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ ഇന്ന് വന്ന ചെലവുകളും. ഇന്നിപ്പോൾ ഈ രാവിലെ 8:50 പോകേണ്ടതാണ്. 3 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു വെള്ളം പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ഒരു യാത്ര ചെയ്ത് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു ഇതിലാണ്. എന്താണ് അവസ്ഥ? എന്താണ് ജിദ്ദക്കാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. പക്ഷേ ടിക്കറ്റ് ക്യാൻസൽ ആയത് ഇവിടെ എത്തിയതിൻ്റെ ശേഷമാണ് ടിക്കറ്റ് ക്യാൻസലുള്ള വിവരങ്ങൾ അറിയുന്നത്. പിന്നെ ഇനിയിപ്പോൾ ടിക്കറ്റ് ക്യാൻസലാക്കിയാണ്. ഇപ്പോൾ ഓൾറെഡി ഇവിടുന്ന് ക്യാൻസൽ റീഫണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അടുത്ത ടിക്കറ്റ് ഇന്നത്തെ കിട്ടാന്നുണ്ടെങ്കിൽ ഇന്നത്തെ റീ എൻട്രി പുതുക്കാതെ തന്നെ കയറാൻ പറ്റും. ഇല്ലെങ്കിൽ റീ എൻട്രി പുതുക്കണം. അതിനും എക്സ്ട്രാ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ട് വരികയാണ്. വിസ കാലാവധിയുടെ അവസാന ദിവസമാണ് ഇന്ന് 8-ാം തീയതി. ഇന്ന് രാത്രി 12 മണിയോട് കൂടി അവിടെ ലാൻഡ് ചെയ്യണം നിർബന്ധമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ റീ എൻട്രി ഒന്നുകൂടെ പുതുക്കേണ്ടി വരും. വിമാന കമ്പനികളുടെ സർവീസ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ടിക്കറ്റ് ചാർജ് ഇപ്പോൾ എക്സ്ട്രാ ആണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഉള്ള ഇൻഡിഗോന്റെ ഫ്ലൈറ്റിന് 21 സംതിങ് കാണിച്ചിരുന്നു. ഇപ്പോൾ 26,500 രൂപയുടെ ഡിഫറൻറ്റ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. നമ്മൾക്കൊരു ആൻസർ തരാനും കൂടി ആളില്ല. അവരെ ചിരിച്ചിരിക്കുകയാണ് നമ്മൾ എന്ത് പറഞ്ഞാലും. കാരണം ആൾക്കാരെ ക്ഷമ പരീക്ഷിക്കുകയാണ് എയർ ഇന്ത്യ ചെയ്യുന്നത്. സ്വാഭാവികമായും ആയിരക്കണക്കിന് ആളുകളെ തന്നെ ഈ അപ്രതീക്ഷിത സമരം കരിപ്പൂർ എയർപോർട്ടിൽ തന്നെ മാത്രം ബാധിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഒരു സാഹചര്യം. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൊവ്വൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.